നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് വൻ ഡിമാൻഡ്, വില കുതിച്ച് കയറി. ഏലം കർഷകർക്കും നല്ല കാലം, ഏലത്തിനും വലിയ വില കുതിച്ച് കയറുന്നു. 25,000 രൂപയിലേക്ക് ഉയർന്ന് വെളിച്ചെണ്ണ. ഏലം കർഷകരെ മോഹിപ്പിച്ച് വലിപ്പം കൂടിയ ഇനങ്ങളുടെ വില കുതിച്ച് കയറി. വിദേശ ഡിമാൻഡിൽ മികച്ച ഇനങ്ങൾ കിലോ 7,070 രൂപയായി കയറി. നടപ്പ് വർഷം നിരക്ക് ഇത്രമാത്രം ആകർഷകമാകുന്നത് ആദ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപ്പാദനം കുറയുമെന്ന ആശങ്ക നിലനിൽക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഇന്ത്യൻ സുഗന്ധറാണിക്ക് പുതിയ അന്വേഷണങ്ങൾ എത്തുന്നതും വിലക്കയറ്റത്തിന് വേഗത പകർന്നു. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ കിലോ 3,230 രൂപയിൽ ലേലം നടന്നു. വെളിച്ചെണ്ണ വില 1,00,000 രൂപയിലേക്ക് ഉയർന്നു. കൊച്ചിയിൽ എണ്ണ വില കിൻഡലിന് 200 രൂപ വർദ്ധിച്ചു 25,000 രൂപയായി. നിരക്ക് ഉയർന്നെങ്കിലും പ്രാദേശിക ഡിമാൻഡില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര ഒരേ വിലയായ 16,200 രൂപയിലാണ്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റത്തിന് പിന്നിൽ ചില കേന്ദ്രങ്ങൾ സംഘടിത നീക്കങ്ങൾ നടത്തുന്നതായാണ് വിപണിയുടെ ചലനങ്ങൾ വ്യക്തമാക്കുന്നു. ബാങ്കോക്ക് വിപണി 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇടപാടുകൾ പുനരാരംഭിച്ചെങ്കിലും റബ്ബറിൽ വാങ്ങൽ താൽപ്പര്യം കുറഞ്ഞത് വിലയെ ബാധിച്ചു. വാരാന്ത്യമായതിനാൽ തിരക്കിട്ട് പുതിയ കച്ചവടങ്ങൾക്ക് ഇറക്കുമതിക്കാർ തയ്യാറായില്ല. ബാങ്കോക്കിൽ റബ്ബർ കിലോ 268 രൂപയിൽ വ്യാപാരം നടന്നു. ജപ്പാനിൽ ഇടപാടുകളുടെ തുടക്കത്തിൽ റബ്ബർ മുന്നേറിയത് കണ്ട് നിക്ഷേപകർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചു. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 284 രൂപയായി ഉയർന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.